പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അടുത്തത് ഒരുപാട് നാളായിട്ടുള്ളൊരു കാത്തിരിപ്പായിരുന്നു വാട്സാപ്പിന് പുതിയ യൂസർ നെയിം ഫീച്ചർ അവതരിപ്പിക്കുന്നു എന്നുള്ളതിനെ. അപ്പം അങ്ങനെ ഒടുവിൽ അത് അവതരിപ്പിക്കാൻ വാട്സാപ്പ് നീക്കം നടത്തുകയും അപ്പോഴാണ് കേന്ദ്ര സർക്കാർ ഇതിൽ ആശങ്ക അറിയിക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റിലേക്ക് നമ്മൾ പോവുകയാണ്. വാട്സാപ്പിൽ ഫോൺ നമ്പറിന് പകരം യൂസർ നെയിം ഫീച്ചർ അവതരിപ്പിക്കാനുള്ള നീക്കത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ആശങ്ക നീക്കുമെന്ന് മെറ്റ അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികളുടെ ആശങ്കകൾക്കും ചോദ്യങ്ങൾക്കും മറുപടി നൽകുമെന്നും അറിയിച്ചു. ആൾമാറാട്ടം തടയുന്നതടക്കം ആവശ്യമായി മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട് എന്നാണ് മെറ്റയുടെ നിലപാട്. ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ ചേരുന്നു. ശരത്ത്, ഗുഡ് മോർണിംഗ്. ഈ വിഷയത്തിൽ കേന്ദ്രത്തിന് ആശങ്കയുണ്ടായിരുന്നു. കേന്ദ്രം ആ ആശങ്ക മെറ്റയെ അറിയിച്ചിരുന്നു. ഇപ്പോൾ മെറ്റ കൊടുക്കുന്ന മറുപടി എന്താണ്? എല്ലാവരുടെയും ആശങ്കകൾ പരിഹരിക്കും, പുതിയ ഫീച്ചറുമായി മുന്നോട്ട്, അങ്ങനെയാണ്. ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. മെറ്റ പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെയും ഏജൻസികളെയും ട്രായിയുടെയും ഒക്കെ ആശങ്കകൾക്ക് മറുപടി നൽകുമെന്നാണ്. കാരണം ഇത് സംബന്ധിച്ച മെറ്റയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഇന്നലെ തന്നെ കേന്ദ്ര IT ജോയിന്റ് സെക്രട്ടറിയുമായി ചർച്ച നടത്തിയിരുന്നു. ഇതിൽ വളരെ വ്യക്തമായി പറയുന്നത് ഇത്തരമൊരു യൂസേഴ്സ് അല്ലെങ്കിൽ ഫീച്ചർ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ എല്ലാ സുരക്ഷാ കാര്യങ്ങളും രാജ്യസുരക്ഷ അല്ലെങ്കിൽ വ്യക്തി സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ കൂടി പരിഗണിച്ചിട്ടുണ്ട് എന്നാണ് മെറ്റയുടെ വിശദീകരണം. ഏതായാലും പടിപടിയായി മാത്രമേ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് പടിപടിയായി മാത്രമേ ഈ ഫീച്ചർ നടപ്പിലാക്കുള്ളൂ എന്നൊരു ഉറപ്പാണ് ഇപ്പോൾ മെറ്റ ഉദ്യോഗസ്ഥന്മാർ കേന്ദ്ര IT മന്ത്രാലയത്തിന് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഇത് സംബന്ധിച്ചിട്ടുള്ള പൂർണ്ണ തോതിലുള്ള ഒരു ദൃശ്യാവിഷ്കരണം അല്ലെ ഏത് രീതിയിലാണ് മെറ്റ ഈ ഫീച്ചർ അല്ലെ യൂസേഴ്സ് നെയിം ഫീച്ചർ പ്രവർത്തിക്കുന്നത്, ഏതൊക്കെ സുരക്ഷാ പ്രശ്നങ്ങൾ ഇതിലുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ച ഒരു ജോയിൻറ്റ് മീറ്റിംഗ് തന്നെ മെറ്റ തയ്യാറാണ് എന്നുള്ള ഒരു വിവരവും മെറ്റ അധികൃതർ IT മന്ത്രാലയത്തിലെയും ട്രായിയെയും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ചർച്ചകൾ മുന്നോട്ട് പോകുന്നു. കാരണം അതിലൊരു ശുഭ പ്രതീക്ഷയുണ്ട്. കാരണം സർക്കാർ ഏജൻസികൾ പ്രകടിപ്പിച്ച ആശങ്കകൾക്ക് അതിനുള്ള ചോദ്യങ്ങൾക്ക് അല്ലെ അതിനുള്ള മറുപടികൾ തങ്ങൾ നൽകാമെന്ന് മെറ്റ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്നാൽ സാധാരണ മെറ്റ അടക്കമുള്ള വാട്സപ്പ് അടക്കമുള്ള ഫേസ്ബുക്ക് പോലെയുള്ള അല്ലെങ്കിൽ ഈ IT ഭീമന്മാർ സ്വാഭാവികമായിട്ടും ഇത്തരങ്ങളിൽ തങ്ങളുടെ ഫ്യൂച്ചർ സംബന്ധിച്ച് ഒരു തുറന്ന ചർച്ചയ്ക്ക് ഒരിക്കലും തയ്യാറാകാറില്ല. എന്നാൽ ഈ ഫീച്ചറിനെ സംബന്ധിച്ചോളം ഒരു തുറന്ന ചർച്ചയ്ക്കും അല്ല IT മന്ത്രാലയവുമായി കാര്യങ്ങൾ പങ്കിടാമെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പടിപടിയായിട്ട് തന്നെ ഈ സർവീസ് വാട്സപ്പിയുടെ ഈ സർവീസ് ഇന്ത്യയിൽ ലഭിക്കുമെന്ന പ്രതീക്ഷക്ക് അല്ലെങ്കിൽ ആക്കം വർദ്ധിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും.